റിപ്പോർട്ടോട് കണ്ടത് ബിലീവേഴ്സ് ചർച്ചിന്റെ ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ KP യോഹന്നാന്റെ മൃതദേഹം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെയാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. US-ലെ ഡാലസിൽ നിന്ന് ഇന്നലെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി സജി ചെറിയാൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരണ്യ സ്നേഹിതരുണ്ട്. ശരണ്യ, പൊതുദർശനം എത്ര സമയമുണ്ടാകും? മറ്റ് ശുശ്രൂഷ ചടങ്ങുകൾ എപ്പോഴേക്ക് ആരംഭിക്കും? 2 ദിവസങ്ങളിലായാണ് രഞ്ജിത്ത് സംസ്കാര ശുശ്രൂഷകൾ നടത്തുക. ഇതിൽ നിന്ന് ഇപ്പോൾ പൊതുദർശനമാണ്. ബിലീവേഴ്സിന്റെ ആസ്ഥാനമായ മാഞ്ഞാടിയിലുള്ള കൺവെൻഷൻ സെന്ററിലാണ് പൊതുദർശനം ആരംഭിച്ചത്. രാവിലെ 10 മണി മുതൽ തന്നെ പ്രാർത്ഥനകൾക്ക് ശേഷം പൊതുദർശനത്തിനായി പൊതുജനങ്ങളെ അനുവദിക്കുകയായിരുന്നു. ഒപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് നിരവധി പ്രമുഖർ ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി സജി ചെറിയാനാണ് ഇവിടെ എത്തിയത്. ഒപ്പം തന്നെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകൾ, CS സുജാത, PS വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം അല്പസമയത്തിനകം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. 100 കണക്കിന് ആളുകളാണ് ഈ ആസ്ഥാനത്തെത്തി, അതായത് ബിലീവേഴ്സ് ചർച്ചിന്റെ ഈസ്റ്റേൺ സഭയുടെ ആസ്ഥാനത്തെത്തി അത്തരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ഒപ്പം തന്നെ നേപ്പാൾ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുമുള്ള സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും വിശ്വാസികളുമായ ആളുകളും ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്രമീകരണമായിരുന്നു. ഇന്നലെ ഡാലസിൽ നിന്നും ഇന്നലെ പുലർച്ചെയോടെയാണ് കൊച്ചിയിൽ അദ്ദേഹത്തിന് ഭൗതിക ശരീരം എത്തിച്ചത്. പിന്നീട് വിലാപയാത്രയായി കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിലെ പത്തനംതിട്ടയിലെ നിരണത്തേക്ക്, അദ്ദേഹത്തിന്റെ ജന്മനാടായ നിരണത്തേക്ക് എത്തിക്കുകയായിരുന്നു. നിരണത്തെ പള്ളിയിൽ ഇന്നലെ പൊതുദർശനം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വിലാപയാത്രയെ തിരുവല്ലയിലേക്ക് കൊണ്ടുവന്നു. തിരുവല്ലയിലെ പൗരാവലിയും അദ്ദേഹത്തിന്റെ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് സഭയുടെ ആസ്ഥാനത്ത് സംസ്കാര നടപടികളുടെ ഭാഗമായുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ വൈകിട്ട് വരെ പൊതുദർശനമുണ്ട്. അതിനുശേഷം നാളെയാണ് സംസ്കാരം നടക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പൗരപ്രമുഖർ, മന്ത്രിമാരടക്കമുള്ള പ്രധാന വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുണ്ട്, മന്ത്രി സജി ചെറിയാൻ ഉണ്ട്, ആലപ്പുഴ MP ആരിഫ് അവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം അവിടെ കാണാം. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിച്ചേരുന്നുണ്ട് എന്നതും